Good morning all. Welcome to Dakshina Learning. So ഇന്നത്തെ പോലെ ഇന്നും Dakshina Learningന്റെ ന്യൂ ടെസ്റ്റിലോട്ട് സ്വാഗതം. സോ നമുക്ക് ഇന്ന് ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് നോക്കാം റിലേറ്റഡ് ടു UPSC ഡിസ്കഷൻ. സോ മെയിൻ ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസിൽ ഫസ്റ്റ് പോർട്ട് എക്കോണമിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അറിയാം, ഇന്നലെ PM മോഡി കേരളത്തിൽ വന്ന് ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട് വിഴിഞ്ഞം പോർട്ട്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിളാണ്. അപ്പോൾ ആർട്ടിക്കിൾ മെയിനായിട്ട് പോർട്ട് എങ്ങനെയാണ് നമ്മൾ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു ഇൻസൈറ്റ് ആണ് നൽകുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് പ്രൊഫൗണ്ട് ഷിഫ്റ്റ് ഇൻ ഗ്ലോബൽ ഓർഡർ. അപ്പോൾ റീസെന്റ് ഗ്ലോബൽ ഓർഡറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത് എന്നുള്ളൊരു അനാലിസിസ് ആണ് ആക്ച്വലി ആ ന്യൂസ് മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ് വൺ, പാർലമെന്ററി ഓവർസൈറ്റ് അല്ലെങ്കിൽ പാർലമെന്റിന്റെ വർക്കിംഗ് എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫാണ്. ആൻഡ് ഫൈനലി അബൌട്ട് മിനറൽസ് ഗ്യാമ്പിൾ. അപ്പം മിനറൽസ് US യുക്രൈൻ മിനറൽ ഡീലും അത് എങ്ങനെ യൂസ്ഫുൾ ആവുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അനാലിസിസാണ്. സോ നമുക്ക് ന്യൂസിന്റെ ബ്രീഫിങ്ങിലോട്ട് പോകാം. സോ ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു പോർട്ട് എക്കോണമി. ഇപ്പോൾ റീസെൻ്റ്ലി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന വിഴിഞ്ഞം പോർട്ട് ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിളാണ്. സോ ഫസ്റ്റ് ന്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ വിഴിഞ്ഞം പോർട്ട് എന്താണെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. സോ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് കേരളത്തിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ സീ പോർട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. അതായത് ഉൾക്കടലിലുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റിന് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ടാണ് ആക്ച്വലി വിഴിഞ്ഞം സീ പോർട്ട് എന്ന് പറയുന്നത്. ഇതുവരെ വേറെ കൺട്രീസിലെ പോർട്സിനാണ് മെയിനായിട്ട് ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരുന്നത് ഈ ട്രാൻസ്ഷിപ്മെന്റിന് വേണ്ടിയിട്ട്. ബട്ട് നൗ ഇറ്റ്സ് ഓൾ ഗോൺ. വിഴിഞ്ഞം പോർട്ട് അതുകൊണ്ട് തന്നെ ഹൈലി ക്രിട്ടിക്കലാണ് നമ്മുടെ ട്രേഡ് റൂട്ടിന് വേണ്ടി, സ്ട്രാറ്റജിക് ലൊക്കേഷന് വേണ്ടിയിട്ട്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഓട്ടോമേറ്റഡ് ഓൾ വെതേർഡ് ഗ്രീൻ പോർട്ട്. ഓട്ടോമേറ്റഡ് ആണ്, എല്ലാ വെതറിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഫുള്ളി ഗ്രീൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പോർട്ടാണ്. നൗ വി ലുക്ക് ഇൻ ടു ദ ന്യൂസ് ബ്രീഫ്. ന്യൂസിൽ എന്താണ് അനാലിസിസ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു സ്ട്രാറ്റജിക് ഇനോഗ്രേഷൻ ആണ്. സോ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ഇനോഗ്രേറ്റഡ് ബൈ PM മോഡി ഈസ് കൺസിഡേർഡ് ആസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്. ഇതുകൊണ്ട് മാരിടൈം എക്കോണമിയെ ഹൈലി ബൂസ്റ്റ് ചെയ്യുന്നു എന്നാണ് ന്യൂസിൽ ബ്രീഫ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഗ്രോത്തിന്റെ സ്ട്രാറ്റജിയും ഓൾറെഡി ഇതൊരു പ്രൈവറ്റ് പാർട്ണർഷിപ്പിലാണ് ഈ പോർട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ PPP ഇൻവെസ്റ്റ്മെന്റിനെ ഇത് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻ ഈ ഒരു പോർട്ട് എക്കോണമി ആക്ച്വലി എക്കോണമിക് ഗ്രോത്തും അതേസമയം തന്നെ റീജിയണൽ ഗ്രോത്തിനെ നമ്മുടെ സ്ട്രാറ്റജിക് ഇന്റർവെൻഷനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി ക്രൂഷ്യൽ ലൊക്കേഷൻ ആക്ച്വലി. ഇന്ത്യൻ ഓഷൻ റീജിയനിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു ലൊക്കേഷനിലാണ് ആക്ച്വലി പോർട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. അതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. സോ വരുന്ന വർഷങ്ങളിൽ കംപ്ലീറ്റ്ലി ആ ഒരു എക്കോണമി മാറും ആ റീജിയൻ ഏരിയയിൽ. അപ്പോൾ ഈ എക്കണോമിക് സിഗ്നിഫിക്കൻസ് മെയിനായിട്ട് ന്യൂസ് ബ്രീഫ് ചെയ്യുന്നതെന്ന് വെച്ചാൽ the port aims to reduce India's dependence on foreign ports and also it boosts logistics efficiency and 10 coastal states into economic growth. അപ്പോൾ ലോജിസ്റ്റിക്സ് എഫിഷ്യൻസി കൂട്ടാനും എക്കണോമിക് ഗ്രോത്ത് ഇവിടെ എസ്പെഷ്യലി ഫോക്കസിങ് ഓൺ കോസ്റ്റൽ സ്റ്റേറ്റ്സ് എൻഹാൻസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പോർട്ടിന്റെ വരവോട് കൂടിയിട്ട്. നമുക്ക് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതാ ഇമ്പോർട്ടൻ്റ് നോക്കാം. ഇപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഇന്ത്യയിലെ മേജർ പോർട്സ് ഏതാണെന്ന് നോക്കുക. വെസ്റ്റിലും ഈസ്റ്റിലും ആയിട്ട് പോർട്സ് മെയിനായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ വെൻ വി ലുക്ക് അറ്റ് ഫ്രം ദ വെസ്റ്റേൺ പാർട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഗുജറാത്ത് ദീൻ ദയാൽ പോർട്ട്, then comes Mumbai port, then comes JNPT port, Marmagua port, New Mangalore port, Cochin port, now Vizhinjam port also, then comes Thoothukudi port, Chennai port, Ennore port, Visakhapatnam port, Paradip port and Kolkata port, and also one of the important port in Andaman, that is Galathea Bay port. അപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാപ്പിംഗിൽ ഒരു ഇമ്പോർട്ടൻസ് ആണ് പോർട്സ്. ഈ കൊല്ലവും പ്രിലിംസിന് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി പോർട്ട് ഒരുപാട് ന്യൂസിലുള്ളത് കൊണ്ട് തന്നെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ജസ്റ്റ് ഇത് മാപ്പ് നോക്കി വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഇത് അവർ ഇന്റർലിങ്ക് ചെയ്ത് ചോദിക്കും. ഏതാ ദേ വിൽ ആസ്ക് വിച്ച് ആർ ലൈങ് നിയർ ടു ദ ലാറ്റിറ്റ്യൂഡ്, ട്രോപ്പിക് ഓർ ലോഞ്ചിറ്റ്യൂഡ്, any particular longitude, or they will ask you to arrange from north to south or east to west like that. പക്ഷെ അങ്ങനെ നോർത്ത് ടു സൗത്ത് നോക്കുമ്പോഴും വെസ്റ്റ് ഈസ്റ്റും കൂടെ കണക്ട് ചെയ്തിട്ടായിരിക്കും നോർത്ത് ടു സൗത്ത് അറേഞ്ച്മെന്റ് ചോദിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ. അവരത് ക്ലിയർ കട്ട് ഐഡിയ വേണം ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഏതൊക്കെയാണ് വളരെ ക്ലോസ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു മാപ്പിംഗ് ഐഡിയ വേണം. എന്നാലേ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ മാപ്പിംഗ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക.
ഇനി ഈ പോർട്സിലെ ചിലതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടൊരു ബ്രീഫ് ഉണ്ടാവും, അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോർട്ട് ഈസ് കൊച്ചിൻ പോർട്ട്. അറിയാം, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ കേരള, എസ്പെഷ്യലി ഇൻ എ ലേക്ക് നോൺ ആസ് വേമ്പനാട് ലേക്ക്. എന്താ ഇതിൻ്റെ മേജർ എക്സ്പോർട്സ് എന്ന് പറഞ്ഞാൽ സ്പൈസസ് ആൻഡ് സോൾട്ട് ആണ്. ഇറ്റ് ഈസ് എ ഗേറ്റ് വേ ഓഫ് സൗത്ത് വെസ്റ്റ് ഇന്ത്യ. സൗത്ത് വെസ്റ്റ് ഇന്ത്യയിൽ ഒരു ഗേറ്റ് വേ ആണ് ആക്ച്വലി അത് കൊച്ചിൻ പോർട്ട് എന്ന് പറയുന്നത്. ദെൻ കംസ് ദ ചെന്നൈ പോർട്ട് വിച്ച് ഈസ് ഇൻ തമിഴ്നാട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പോർട്ടാണ്. ഓക്കെ, അത് ആൾസോ സെക്കൻഡ് ലാർജസ്റ്റ് പോർട്ടും കൂടെയാണ്. ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്ട് ഐറ്റം ഏതൊക്കെയെന്ന് നോക്കിയാൽ ഓട്ടോമൊബൈൽസ്, പെട്രോളിയം ആൻഡ് ഫെർട്ടിലൈസർ ആണ്. ദെൻ കംസ് എന്നോർ പോർട്ട്. എന്നോർ പോർട്ട് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. സോ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇറ്റ് ഈസ് എ ഫസ്റ്റ് കോർപ്പറേറ്റൈസ് പോർട്ടാണ്. അത് കോർപ്പറേറ്റിന്റെ കയ്യിലുണ്ടായിരുന്ന ഫസ്റ്റ് പോർട്ടാണ് ആക്ച്വലി ഏതെന്ന് വെച്ചാൽ എന്നോർ പോർട്ട് എന്ന് വെച്ചാൽ. സോ ഇതിന്റെ മെയിൻ ഐറ്റംസ് ഏതെന്ന് വെച്ചാൽ കോൾ, അയൺ ഓർ ഓട്ടോമൊബൈൽസ് ആണ്. ദെൻ കംസ് പാരദീപ് വിച്ച് ഈസ് ഇൻ ഒഡീഷ. ഇത് ഒരു ഡീപ്പ് വാട്ടർ പോർട്ടാണ്. മെയിൻ എക്സ്പോർട്ട് ഐറ്റം എന്ന് വെച്ചാൽ അയൺ ഓർ തെർമൽ കോൾ സ്റ്റീൽ ആണ്. വിശാഖപട്ടണം പോർട്ട് ഇൻ ആന്ധ്രാപ്രദേശ്. ഇതാണ് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പോർട്ട്, അതായത് ഉൾക്കടലിലുള്ള ഏറ്റവും ഡീപ്പസ്റ്റ് ലൊക്കേഷനിലുള്ള പോർട്ടാണ് ആക്ച്വലി അത് വിശാഖപട്ടണം പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ അയൺ ഓർ സീ ഫുഡ്, സ്റ്റീൽ, കോളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദെൻ കം തൂത്തുക്കുടി പോർട്ട് ഇൻ തമിഴ്നാട്. മെയിനായിട്ട് ഫെർട്ടിലൈസർ, പെട്രോ കെമിക്കൽസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ കം ബദവൻ പോർട്ട്, അത് കൺസ്ട്രക്ഷനിലാണ് ഇവിടെ മഹാരാഷ്ട്രയിൽ. ഇതിനെയാണ് 13th മേജർ പോർട്ടായിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത്രയും നമ്മൾ ബ്രീഫ് നോക്കി എങ്ങനെ ഒരു പോർട്ട് എക്കോണമി ഒരു സ്ട്രാറ്റജിക് ഇന്റർവെൻഷൻ ആവുന്നതെന്നും റീജിയണൽ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി. നമുക്ക് മെയിൻസ് പേപ്പറിൽ ഏത് ഏരിയയിൽ കണക്ട് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് GS പേപ്പർ 3 ആണ്. അതിനകത്ത് എക്കോണമി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പോർട്ടിൽ കൊണ്ടുവരാം. റീജിയൻ ഡെവലപ്മെന്റ് ആസ്പെക്റ്റിൽ ജോഗ്രഫിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ആൾസോ വി ക്യാൻ മൂവ് ഇൻ ടു സ്ട്രാറ്റജിക് ലൊക്കേഷനും ബൂസ്റ്റിങ്ങിന്റെ പാർട്ടായിട്ട് IRന്റെ പാർട്ടായിട്ട് നമുക്കിത് കീപ്പ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് അപ്പോൾ ആക്ച്വലി ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിലുള്ള അനാലിസിസ് മെയിൻ ആയിട്ട് വരുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. ഈ ന്യൂസ് ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ റീസെന്റ് ഗ്ലോബൽ ഓർഡർ ഷിഫ്റ്റിനെ കുറിച്ചിട്ടാണ് ഓദർ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്രീഫിംഗ് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് കോളനിലിസം, അതായത് 75 years ഇന്ത്യ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്തു നമ്മളെ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട്. അപ്പൊ ഈ പോസ്റ്റ് കോളനിലിസം പാർട്ടിൽ ഇന്ത്യ ഗ്ലോബൽ ലാൻഡ്സ്കേപ്പിൽ ഒരുപാട് റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജിൽ ഡെവലപ്മെന്റിനെ കാട്ടി ഒരു പീസ് എന്നുള്ള രീതിയിലാണ് ഇന്ത്യ റോൾ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഡെവലപ്പിംഗ് കൗണ്ടർ പാർട്ടായിട്ടുള്ള ആഫ്രിക്കൻ കൺട്രീസിന്റെ ലിബറേഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ടെററിസ്റ്റിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റിന് വേണ്ടിയിട്ടും എല്ലാം മെയിൻ ആയിട്ടൊരു പീസ് എന്നുള്ള ഒരു ആംഗിളിലാണ് പറയുന്നത്. ഇതിൽ ഓദർ മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ആയിട്ടുള്ള ബാന്തുങ് കോൺഫറൻസ്, അതിനുശേഷം നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഇനോഗ്രേഷനും, അതിനുശേഷം ആഫ്രിക്കൻ നേഷനുമായിട്ടുള്ള റിലേഷനും ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ആഫ്റ്റർ ഒരു വാട്ടർ ഷെഡ് ഇവന്റ് എന്നുള്ള രീതി, WTOയുടെ ഫോർമേഷൻ എന്നുള്ള രീതിയിൽ 1990s ശേഷം ഗ്ലോബലൈസേഷൻ എന്നുള്ള ഒരു ഇവന്റിന് ഹൈലി ഇമ്പോർട്ടൻസ് വരികയും ഒരു എക്കോണമിക് പെർസ്പെക്റ്റീവിലോട്ട് ഗ്ലോബൽ ഓർഡറിനെ ലാൻഡ്സ്കേപ്പിനെയും വ്യൂ ചെയ്യാനും പെർസെപ്റ്റ് ചെയ്യാനും തുടങ്ങിയതിന് ശേഷം എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നുള്ളതും റീസെൻ്റ്ലി ആ ഒരു ഗ്ലോബൽ ലാൻഡ്സ്കേപ്പിൽ ഉണ്ടായ ചേഞ്ചും അതിൽ ഇന്ത്യ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ന്യൂസ് മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്നത്. ഓദർ പറയുന്നത് ഗ്ലോബൽ ഓർഡർ ഷിഫ്റ്റ് ആൻഡ് ഇന്ത്യസ് ഓപ്പർച്യൂണിറ്റി. പോസ്റ്റ് WTO ഗ്ലോബൽ ഓർഡർ ഈസ് കൊളാപ്സിങ് വിത്ത് ബൈലാറ്ററലിസം, ടെക് ഡ്രിവൻ ട്രേഡ് ആൻഡ് റീജിയണലിസം. അപ്പോൾ ഓദർ പറയുന്നത് വെച്ചാൽ 1990s WTOയുടെ ഫോർമേഷന് ശേഷം ഉള്ള ഒരു ഗ്ലോബൽ ഓർഡർ, WTOയുടെ ഫോർമേഷന് ശേഷം ഗ്ലോബലൈസേഷൻ വരുന്നു, വേൾഡ് ആസ് വൺ ഹോം എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് വരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ കൊളാപ്സ് ആവുന്നു എന്നാണ് ആക്ച്വലി ഓദർ പറയുന്നത്. അതിനുള്ള മെയിൻ റീസൺസ് എന്തെന്ന് വെച്ചാൽ വൺ ഈസ് ബൈലാറ്ററലിസം. അപ്പോൾ ഒരു മൾട്ടിലാറ്ററലിസം അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പിംഗ് വരുന്നതിനെക്കാട്ടി ഇപ്പൊ എല്ലാവരും പെയറിംഗ് ആയിട്ടാണ് ട്രേഡും അവരുടെ സ്ട്രാറ്റജിക് ഇന്റർവെൻഷനും എല്ലാം കാണുന്നത്. ടെക് ഡ്രിവൻ ഡ്രൈവ്, കൂടുതലും ടെക്നോളജി ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഹ്യൂമൻ എലമെന്റ് കുറയുന്നു, കൂടുതലും ടെക്നോളജി ഇന്നോവേഷൻ ആ ഒരു ആംഗിളിലാണ് മെയിനായിട്ട് ഈ കരാറെല്ലാം ഒപ്പിടുന്നത്. ആൻഡ് ആൾസോ റീജിയണലിസം. അപ്പോൾ റീജിയൻ ഏരിയാസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാന്നുള്ള ഒരു ആംഗിളിലും നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ കൂടി മേക്ക് ഇൻ ഇന്ത്യ ആവുന്നു, അമേരിക്ക ആണെങ്കിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ആസ്പെക്റ്റിൽ പോകുന്നു. അപ്പോൾ ആ ഒരു ആംഗിളിൽ കൂടുതലും റീജിയണൽ ഡെവലപ്മെന്റിനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇന്ത്യ സ്റ്റാൻഡ്സ് അറ്റ് എ സ്ട്രാറ്റജിക് ക്രോസ് റോഡ്, മസ്റ്റ് പ്രൊആക്റ്റീവ്ലി ഷേപ്പ് ന്യൂ ഗ്ലോബൽ വാല്യൂ ചെയിൻ. അപ്പോൾ ഓദർ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് ക്രോസ് റോഡിലാണ്, എങ്ങോട്ട് തിരിയണം എന്നുള്ളൊരു ഇൻഫ്ലക്ഷൻ പോയിന്റിലാണ് ആക്ച്വലി ഇന്ത്യ ഇപ്പം നിൽക്കുന്നത്. ഏതൊരു ഫുള്ള് ടെക് ഡ്രൈവിൻ സപ്പോർട്ട് ചെയ്തിട്ട് വെസ്റ്റ് ആയിട്ട് കൂടെ പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ്സ് എടുത്തിട്ട് നമ്മൾ ഏജ് ഓൾഡ് സ്റ്റാൻഡ്സ് ആയിട്ടുള്ള പീസ്
ഗ്ലോബൽ സ്റ്റാച്ചറിന്റെ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു ഹ്യൂമൻ സെൻട്രിക് അപ്രോച്ച് എടുക്കുക. ഓക്കെ, ഇന്ത്യയുടെ ഇത് ബൂസ്റ്റ് ചെയ്യാനേ കാര്യം ആക്ച്വലി ഇന്ത്യയുടെ ഹ്യൂമൻ സെൻട്രിക് അപ്രോച്ചാണ്. പോസ്റ്റ് കോവിഡ് ആണ് ഇന്ത്യയുടെ ആ ഒരു കോവിഡ് ടൈമിൽ, ആ ഒരു ക്രൈസിസിലാണ് ഇന്ത്യയുടെ ആ റോള് ബാക്കി എല്ലാ നേഷൻസും വാല്യൂ ചെയ്ത് തുടങ്ങിയതും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യണമെന്നുള്ള, എന്ത് ഡിസിഷൻ എടുക്കണമെന്നുള്ളതാണ് ആക്ച്വലി ന്യൂസ് മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ കോൾ ഫോർ സ്ട്രാറ്റജിക് വിഷൻ ആൻഡ് ഇന്നോവേഷൻ. അപ്പോൾ ഓദർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ടൈം എന്ന് വെച്ചാൽ സ്ട്രാറ്റജിക് അപ്രോച്ചിന് വേണ്ടിയിട്ടാണ്, എസ്പെഷ്യലി ബൂസ്റ്റിംഗ് ഓഫ് ഇന്നോവേഷന് ബൂസ്റ്റ് ചെയ്തിട്ടുള്ള അപ്രോച്ചാണ് ബെസ്റ്റ് എന്നാണ് ആക്ച്വലി ഓദറിന്റെ മെയിൻ ഒപ്പീനിയൻ. So India needs a national consensus to shift from tactical diplomacy to strategic economic and technological leadership. അപ്പോൾ എക്കണോമിക് ടെക്നോളജിക്കൽ ലീഡർഷിപ്പിന് മെയിനായിട്ട് ലെവറേജ് ചെയ്യണമെന്നാണ് ഓദർ പറയുന്നത്. എസ്പെഷ്യലി എന്തിനൊക്കെ ഫോക്കസ് ചെയ്തിട്ടെന്ന് വെച്ചാൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഓപ്പൺ സോഴ്സ് കപ്പാസിറ്റി ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പോൾ ഈ ഇത്രയും ആംഗിളിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യ ലെവറേജ് ചെയ്യണമെന്നാണ് ഓദർ മെയിനായിട്ട് പറയുന്നത്. സോ ഇറ്റ് ആൾസോ മെൻഷൻ, ഈ ന്യൂസ് ബ്രീഫിലോ പിന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്തിനെ കുറിച്ച്, ഏഷ്യൻ സെഞ്ചുറി. ഇപ്പോൾ വരുന്ന കാലഘട്ടത്തിൽ ഒരു ഏഷ്യൻ സെഞ്ചുറി എന്നുള്ള രീതിയിലാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഒരു ഏഷ്യൻ സെഞ്ചുറി തന്നെയാണ്, കാരണം വേൾഡ് ട്രേഡിന്റെയും വേൾഡ് എക്കണോമിക് GDP ഔട്ട്പുട്ടിന്റെയും ഈവൻ പോപ്പുലേഷന്റെ പാർട്ടിന്റെ മേജർ ഷെയറും ഇന്ത്യ, ചൈന ആണ് ആക്ച്വലി ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ഇയേഴ്സിൽ ഒരു ഏഷ്യൻ സെഞ്ചുറി തന്നെയാണ്. അപ്പൊ അതിൽ ഇന്ത്യ എന്ത് റോൾ ചെയ്യണം, ഇന്ത്യ എന്ത് ക്രിട്ടിക്കൽ റോളാണ് പ്ലേ ചെയ്യുന്നത് എന്നാണ് ഓദർ ബ്രീഫ് ചെയ്യുന്നത്. വിത്ത് ഏഷ്യ റിഗെയിനിങ് ഗ്ലോബൽ ഓർഡർ, ഇന്ത്യ ഷുഡ് സ്പിയർ ഹെഡ് റീജിയണൽ ഇന്റഗ്രേഷൻ. ഇന്ത്യ റീജിയണൽ ഇന്റഗ്രേഷന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആവണം, എസ്പെഷ്യലി വിത്ത് ഏഷ്യൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷനെയും ആഫ്രിക്കയും കൂടെ കൂട്ടിയിട്ട് ന്യൂ ഗവർണൻസ് പ്രിൻസിപ്പൽ ഫോർമുലേറ്റ് ചെയ്യണമെന്നും ആൻഡ് മസ്റ്റ് ഡെവലപ്പ് എ കോമ്പോസിറ്റ് ട്രേഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇന്നോവേഷൻ അഗ്രിമെന്റ്. അപ്പോൾ ഒരു കോമ്പോസിറ്റ് എല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ട് കൊണ്ടിട്ടുള്ള ട്രേഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫോർ എ ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ ഡെവലപ്പ് ചെയ്യണമെന്നാണ് ആദർ ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് എൻ്റെ മെയിൻ ക്രക്സ് ആയിട്ടുള്ള. പക്ഷേ ന്യൂസ് ആർട്ടിക്കിളിൽ അങ്ങ് കുറച്ച് ഫോർഡർ പോയിന്റ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് എക്സാമ്പിൾ എക്സാംപ്ലിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. സോ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്തൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടൻ്റ് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് WTO's relevance and global trade pattern. ഇതിപ്പോൾ കറന്റ് എന്താ ഇഷ്യൂ എന്നുള്ളത് നോക്കാം. WTO warns on 0.2% decline in global merchandise trade for 2025. North American export to fall 12.6%. ട്രംപിന്റെ ഇലക്ഷന് ശേഷം ഉള്ള ഒരു ഇവന്റ്സിന്റെ മെയിൻ റീസൺ ആണ് ഈ ഒരു മെർക്കൻഡൈസ് ട്രേഡ് ഡൗൺ ആവാനും നോർത്ത് അമേരിക്കൻ എക്സ്പോർട്ട് ഫോൾ ഡൗൺ ചെയ്യാനും. എസ്പെഷ്യലി ഇപ്പം കൺട്രീസ് തമ്മിൽ ട്രേഡ് വാർ ഓപ്പൺ ആയ സ്ഥിതിക്ക് ഒരു ട്രേഡ് ടെൻഷൻസ് ഓൾറെഡി ഓൺ ദ ലൈൻ ഉണ്ട്. അപ്പൊ അത് ഹൈലി അഫക്റ്റ് ചെയ്യുമെന്നാണ് ആക്ച്വലി WTO റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുകൊണ്ട് തന്നെ WTOയിൽ അർജന്റായിട്ട് റിഫോംസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഫ്ലെക്സിബിൾ അഗ്രിമെന്റ്സ്, റീസ്റ്റോർ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ്, അഡ്രസ് നോൺ മാർക്കറ്റ് ഇന്റർവെൻഷൻ. ഇത്ര ഏരിയയിൽ WTOയുടെ ഫങ്ഷനിങ് അല്ലെങ്കിൽ പ്രൊസീജിയർ ആസ്പെക്റ്റിൽ ഒരു ഓവർഹോൾ വേണമെന്നാണ് മെയിനായിട്ട് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. Now it mentions about BRICS role. അപ്പോൾ ബ്രിക്സ് എന്ന് പറഞ്ഞ ഒരു കീ പ്ലേയേഴ്സ് ആണ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിനെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് കൂടെ റഷ്യ പോലുള്ള സൂപ്പർ പവറിനെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു ക്ലിയർ കട്ട് റോൾ പ്ലേ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ആക്ച്വലി ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ റീസെന്റ് ഇറ്റ് എക്സ്പാൻഡഡ് ടു ബ്രിക്സ് പ്ലസ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ബ്രിക്സ് പ്ലസിൽ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ ആൻഡ് UAE. അപ്പോൾ ഇതും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് കറന്റ് ഇറ്റ് ഈസ് ബ്രിക്സ് പ്ലസ് മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത്രയും വരുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഓൾറെഡി 46% ഓഫ് ഗ്ലോബൽ GDP ഉണ്ട്, 55% ഓഫ് വേൾഡ് പോപ്പുലേഷൻ ഉണ്ട്. എപ്പാർട്ട് ഫ്രം ദാറ്റ് ഇത് ട്രേഡിൽ ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഡോളറൈസേഷൻ എന്നുള്ള ഒരു ഇവന്റ് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ട് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെൽപ്പോട് കൂടിയിട്ടൊക്കെ. അപ്പൊ ഇതൊക്കെ ആക്ച്വലി ഒരു മൾട്ടിലാറ്ററൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിനെ ഓവർഹോൾ ചെയ്യുന്ന രീതിയിലാണ് ഡെവലപ്പായി വരുന്നത്. ഓൾറെഡി IMF ഉണ്ട്, വേൾഡ് ബാങ്ക് ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്തിട്ട് പുതിയൊരു ഗ്ലോബൽ ഓർഡർ സെറ്റ് ചെയ്യാൻ ഇതൊക്കെ മെയിൻ റോൾ പ്ലേ ചെയ്യുന്നുണ്ട് എന്നാണ് ആക്ച്വലി ഓദർ ന്യൂസിൽ പറയുന്നത്. അതേപോലെ ഏഷ്യൻ റീജിയനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഒരു ഏഷ്യൻ ഡൈനാമിക്സ് എൻഹാൻസ് ചെയ്യണമെന്നും, കാരണം പോസ്റ്റ് 2025 GDP ഗ്രോത്ത് അറ്റ് 4.9%, GDP ഗ്രോത്ത് 4.9% ആണ് ആക്ച്വലി ഏഷ്യൻ റീജിയൻ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ US ചൈന ടാരിഫ് വാർ ഈ ഒരു ഏഷ്യൻ കൺട്രീസിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിനർജി
കീപ്പ് ചെയ്യാൻ ഒരു ഏഷ്യൻ റീജിയനിലെ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏഷ്യൻ ബ്രിക്സ് സിനർജി മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ആക്ച്വലി ഓദർ പറയുന്നത്. ഇതുമൂലം എന്തൊക്കെ ഏരിയാസിൽ നമുക്ക് ബൂസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഏരിയാസിൽ നമ്മൾ കൂടുതൽ ബൂസ്റ്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ആക്ച്വലി ന്യൂസിൽ മെയിനായിട്ട് ബ്രീഫിൽ വരുന്നത്. സോ ഇത് മെയിനായിട്ട് നമുക്ക് പെർസ്പെക്റ്റീവിൽ എവിടെയൊക്കെ കണക്ട് ചെയ്യാൻ നോക്കാം. ഗ്ലോബൽ ഗവർണൻസ് അല്ലെങ്കിൽ IR റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ മെയിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫോർഡർ പോയിന്റ് ആണ്. അതേപോലെ നമ്മൾ essay എഴുതുന്ന സമയത്തും ഒരു ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് ബ്രീഫ് തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് ക്ലിയർ കട്ടായിട്ട് ഇന്ന് തന്നെ നല്ലോണം വായിക്കുക, കോംപ്ലിമെന്റ് ചെയ്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. സോ മൂവിങ് ടു നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. ഇത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ പാർലമെന്റിന്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ ഫങ്ഷനിങ് ആസ്പെക്റ്റിനെ അതിന് എന്തൊക്കെ ചേഞ്ചസ് വരണമെന്നും അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നും മെൻഷൻ ചെയ്തിട്ട് ഉള്ള ഒരു ന്യൂസ് ആർട്ടിക്കിളാണ്. സ്ട്രെങ്തനിങ് പാർലമെന്റ് ഓവർസൈറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ പാർലമെന്റ് ഓവർസൈറ്റ് എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യണമെന്നാണ് മെയിനായിട്ട് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പോൾ അറിയാം, പാർലമെന്റ് നമ്മളെ ക്രിട്ടിക്കൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഡെമോക്രസി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്താണ് മെയിനായിട്ട് ചെക്ക് ആൻഡ് ബാലൻസസ് ആണ് എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ ആ പാർലമെന്റിന്റെ ആ ഫങ്ഷനിങ് തന്നെ നമ്മൾ ഇപ്പോൾ ഇച്ചിരി ഒരുപാട് ക്രിറ്റിസിസം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാർലമെന്ററി ഫങ്ഷനുള്ള ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഏതാണെന്നും അത് എങ്ങനെ നമുക്കൊരു മാക്സിമം അക്കൗണ്ടബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ആക്ച്വലി ന്യൂസ് ആർട്ടിക്കിൾ മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്ന പാർലമെന്ററി ടൂൾസ് ഏതൊക്കെയെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ അവർ, 0 അവർ, പാർലമെന്റ് കമ്മിറ്റിയുടെ ഫംഗ്ഷൻ, അതേപോലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, അതേപോലെ പ്രൊസീജിയറൽ ആസ്പെക്ട് ഓഫ് പാർലമെന്റ് എങ്ങനെ എൻഹാൻസ് ചെയ്യാന്നുള്ളതാണ്. ഇത് മെയിൻസ് GS2 പാർലമെന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം ഇത് ഇമ്പോർട്ടൻറ്റ് ഫോർഡർ പോയിന്റും കൂടെയാണ്. അപ്പോൾ മെയിനായിട്ട് നോട്ട്സിൽ ആഡ് ചെയ്ത് പോവുക. അപ്പോൾ ഈ ന്യൂസിൽ മെയിനായിട്ട് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നീഡ് ഫോർ എ സ്ട്രോങ് പാർലമെന്ററി ഓവർസൈറ്റ്. അപ്പോൾ നമുക്കൊരു സ്ട്രോങ് പാർലമെന്ററി ഓവർസൈറ്റിന് ആവശ്യമുണ്ട്. ഇന്ത്യസ് പാർലമെന്റ് സിസ്റ്റം വാസ് ഡിസൈൻ ഫോർ ഡെയിലി ആൻഡ് പീരിയോഡിക് എക്സ്റ്റൻസീവ് അക്കൗണ്ടബിലിറ്റി മെയിനായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഗവർണൻസ് സൈഡിലും മെൻഷൻ ചെയ്യാം. ബട്ട് ടൂൾസ് ലൈക്ക് ക്വസ്റ്റ്യൻ അവർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആർ അണ്ടർ യൂട്ടിലൈസ് ഓർ ഡിസ്ട്രപ്റ്റഡ്. ഇതാണ് മെയിനായിട്ട് ഓദർ വയ്ക്കുന്ന ഒരു മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇപ്പോഴത്തെ അക്കൗണ്ടബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടൂൾസ് ആക്ച്വലി അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. സോ അതുകൊണ്ട് ഇതിനൊരു റിഫോംസും മോഡേണൈസേഷനും വേണമെന്ന് പറയുന്നുണ്ട്. ദർ ഇസ് ആൻ അർജന്റ് നീഡ് ഫോർ എ പോസ്റ്റ് ലെജിസ്ലേറ്റീവ് സ്ക്രൂട്ടിനി ആൻഡ് ഗ്രേറ്റർ സ്റ്റേക്ക് ഹോൾഡർ ഇൻക്ലൂഷൻ. അപ്പം ലെജിസ്ലേഷൻ കൊണ്ടുവന്നതിന് ശേഷം ഉച്ചകൂടെ നല്ല രീതിയിൽ അതിന് സ്ക്രൂട്ടിനൈസ് ചെയ്യണമെന്നും കുറച്ചും കൂടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യണമെന്നും ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രെങ്ത് എൻഹാൻസ് ചെയ്യണമെന്നും അതേപോലെ ടെക്നോളജി ഇൻഫ്യൂഷൻ വേണമെന്ന് ഏതൊക്കെ വെച്ചിട്ട് AI ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് വെച്ചിട്ട് ടെക്നോളജി ഇൻഫ്യൂഷൻ കൊണ്ടുവരണമെന്ന് അതുകൊണ്ട് ഒരു എവിഡൻസ് ബേസ്ഡ് ഗവർണൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് ആക്ച്വലി ഓദർ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു UK ഒരു മോഡലായിട്ട്. അപ്പം കേസ് സ്റ്റഡി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാൻ പറ്റും, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് പാർലമെന്റ് റോൾ എന്നുള്ളത് ഫോർ എ ഗുഡ് ഗവർണൻസ്. So strengthening legislative oversight isn't about opposing executive but enhancing governance. അപ്പോൾ നമ്മൾ ഒരു ലെജിസ്ലേഷൻ മേക്ക് ചെയ്യുക എന്നുള്ളത് ആക്ച്വലി റൂളിംഗ് പാർട്ടിന്റെ ഒരു മെയിൻ പവർ ആണ്. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഗവർണൻസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആൻഡ് വർക്കിങ്ങിൻ്റെ. അപ്പം അതിന് ഈ ടൂൾസ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത്. സോ ഈ ടൂൾസ് എൻഹാൻസ് ചെയ്താലേ നമുക്ക് ലോസിനെ എഫക്റ്റ് ആക്കാൻ പറ്റും, പബ്ലിക് ഫണ്ട്സ് നല്ലവണ്ണം യൂട്ടിലൈസ് ചെയ്യുന്ന നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും, ആൻഡ് സിറ്റിസന്റെ ട്രസ്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ ഇത്രയൊരു ഏരിയാസ് ഉള്ളത് കൊണ്ട് ഈ ഒരു പാർലമെന്റ് ടൂൾസിന്റെ ഒരു ഓവർഹോളിങ് ആൻഡ് റിഫോംസും വളരെ അത്യാവശ്യം എന്നാണ് ആക്ച്വലി ന്യൂസിൽ മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്നത്. നൗ വി വിൽ ലുക്ക് ഇൻടു വാട്ട് ആർ ദ മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ ഏരിയാസ് ആണ് മെയിൻ ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻസ് ഓഫ് പാർലമെന്ററി കമ്മിറ്റി. അപ്പോൾ പാർലമെന്ററി കമ്മിറ്റിയുടെ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത് നോക്കുക എന്നുള്ളത്. ഇത് ആക്ച്വലി വളരെ ഇതായിട്ട് റെഗുലറായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. പക്ഷേ സ്റ്റിൽ ദേ ആർ ഇമ്പോർട്ടൻറ്റ്, ന്യൂസിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർലമെന്ററി കമ്മിറ്റി സ്ട്രക്ചർ നമുക്ക് എങ്ങനെ നോക്കാം. മെയിൻലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതായത് ത്രൂ ഔട്ട് ആ ഒരു പാർലമെന്റ് ലൈഫിലുള്ള ഒരു കമ്മിറ്റിയാണ് ആക്ച്വലി അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അത്തോക് കമ്മിറ്റി. ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് ആക്ച്വലി ഇത് അത്തോക് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഫിനാൻഷ്യൽ കമ്മിറ്റി, കമ്മിറ്റി ഓൺ സ്ക്രൂട്ടനൈസ് ആൻഡ് കൺട്രോൾ, കമ്മിറ്റീസ് റിലേറ്റഡ് ഡേ ടു ഡേ ബിസിനസ് ഓഫ് ഹൗസ്കീപ്പിംഗ് കമ്മിറ്റി.
അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കമ്മിറ്റി ഓൺ എൻക്വയറി, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഇതൊക്കെയാണ് മെയിനായിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആംബിറ്റിൽ വരുന്നത്. പക്ഷേ അതോ കമ്മിറ്റി പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻക്വയറി കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റിയൊക്കെ അതിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഈ പാർലമെന്ററി ടൂൾസ് ഫോർ എൻഹാൻസിങ് അക്കൗണ്ടബിലിറ്റി അത് ഏതൊക്കെയെന്ന് ബ്രീഫായിട്ട് മെൻഷൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ക്വസ്റ്റ്യൻ അവർ. എന്താ ക്വസ്റ്റ്യൻ അവർ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ ഫസ്റ്റ് അവർ ഓഫ് എവറി പാർലമെന്ററി സിറ്റിംഗ്. പാർലമെന്റ് സിറ്റിംഗിലെ ആദ്യത്തെ അവറാണ് ആക്ച്വലി അത് ക്വസ്റ്റ്യൻ അവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവറിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ MPs ആസ് ക്വസ്റ്റ്യൻ ടു മിനിസ്റ്റേഴ്സ് എൻഷുർ എക്സിക്യൂട്ടീവ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ എക്സിക്യൂട്ടീവ് അക്കൗണ്ടബിലിറ്റി മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ടൂളാണ് ആക്ച്വലി അത് ക്വസ്റ്റ്യൻ അവർ എന്ന് പറയുന്നത്. ദെൻ കംസ് സീറോ അവർ. സ്റ്റാർട്ട്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്വസ്റ്റ്യൻ അവർ. അപ്പോൾ ക്വസ്റ്റ്യൻ അവർ കഴിഞ്ഞ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യണ ഒന്നാണ് സീറോ അവർ എന്ന് പറയുന്നത്. MPs റേസ് അർജന്റ് മാറ്റേഴ്സ് വിത്തൗട്ട് പ്രയർ നോട്ടീസ്. അപ്പോൾ പ്രയർ നോട്ടീസ് കൊടുക്കാതെ MPs റേസ് ചെയ്യുന്ന ഒരു അർജന്റ് മാറ്റേഴ്സ് ആണ് ആക്ച്വലി ഏതിൽ വരുന്നത്, സീറോ അവറിലും വരുന്നത്. ഇറ്റ് നോട്ട് ഒഫീഷ്യലി മെൻഷൻ ഇൻ റൂൾ ബട്ട് ഇറ്റ് ഈസ് യൂണിക് ടു ഇന്ത്യൻ പാർലമെന്റ്. റൂൾസിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ഇന്ത്യൻ പാർലമെന്റിന്റെ തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആസ്പെക്ട് ആണ് ആക്ച്വലി അത് സീറോ അവർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. Then comes Public Account Committee, important. Examines government expenditure, CAG report and financial regularity. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ആക്ച്വലി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് പ്രിപ്പയർസ് റിപ്പോർട്ട് വിത്ത് ഫൈൻഡിങ്സ് ആൻഡ് റെക്കമെൻഡേഷൻ ഫോർ പാർലമെന്റ്. അപ്പോൾ പാർലമെന്റിന് വേണ്ടിയിട്ട് ഫൈൻഡിങ്സ് റെക്കമെൻഡേഷൻ ഇത് മെയിനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഓഫ് കോഴ്സ് എന്താ പറയുക ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഒരുപാട് പാർലമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് DRC അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് കമ്മിറ്റീസ് ഉണ്ടാവും. മെയിൻലി ഓൺ ദ ഫംഗ്ഷൻ ഓഫ് എക്സാമിനിങ് ബിൽ, ബഡ്ജറ്റ് ആൻഡ് മേജർ പോളിസി ഇഷ്യൂ. അപ്പോൾ ഇതൊക്കെയാണ് DRCയിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ഏരിയയെങ്കിലും നിങ്ങൾ മിനിമം ഒന്ന് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എന്തിനു വേണ്ടിയിട്ട്, പാർലമെന്ററി കമ്മിറ്റിക്ക് വേണ്ടിയിട്ട്. ആൻഡ് ആൾസോ ഹൗ അക്കൗണ്ടബിലിറ്റി ഈസ് മെയിൻറ്റെയിൻ ഇൻ പാർലമെന്റ് ത്രൂ ടൂൾസ് ലൈക്ക് ക്വസ്റ്റ്യൻ അവർ, സീറോ അവർ, ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ മെയിൻസിൽ ഓൾറെഡി അറിയാം പാർലമെന്റ് വർക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഗവർണൻസ് ആംഗിൾ, അക്കൗണ്ടബിലിറ്റി, ഈവൻ എത്തിക്സിലും കൂടെ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാം. അക്കൗണ്ടബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും കൂടെ ആയിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആർട്ടിക്കിളാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ക്ലിയർ കട്ടായിട്ട് വായിക്കുക. നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ മിനറൽ എഗ്രിമെന്റിനെ കുറിച്ചിട്ടാണ് US യുക്രൈൻ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റീസെന്റ് US യുക്രൈനുമായിട്ട് ക്രിട്ടിക്കൽ മിനറൽ റിസോഴ്സിന് വേണ്ടി എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ലിഥിയം, യുറേനിയം, റെയർ എർത്ത് മിനറലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു റീകൺസ്ട്രക്ഷൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് വാറിൽ തകർന്ന യുക്രൈനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്നുള്ള രീതിയിലാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. ആൾസോ ഈ യുക്രൈനുമായിട്ട് ഈ ഒരു ഡീല് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സെക്യൂരിറ്റിയും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അതായത് വാർ ടൈമിൽ സെക്യൂരിറ്റി ഒന്നും ഗ്യാരണ്ടി ചെയ്യുന്നില്ല എന്നാണ് ആക്ച്വലി അമേരിക്കൻ സൈഡിൽ നിന്നുള്ള ഒരു മെയിൻ വിഷൻ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരു എക്കണോമിക് സൈഡിൽ ഒരു ബൂസ്റ്റ് ഉണ്ടെങ്കിലും സ്ട്രാറ്റജിക്കലി വൾണറബിൾ ആണ്. വാറിൽ വൾണറബിൾ ആയിട്ടുള്ള പൊസിഷൻ തന്നെയാണ് ഇപ്പോഴും യുക്രൈന് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ മിനറൽസ് എന്താണെന്നുള്ളതും അതിൻ്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്, ലൊക്കേഷനുമാണ് മെയിനായിട്ട് അറിയേണ്ടത്. ഓക്കെ, സോ മേജർലി റീജിയൻ ബേസ്, ഇന്ത്യ ബേസ്ഡിലാണ് ആക്ച്വലി ഈ ഒരു ബ്രീഫ് പോയിരിക്കുന്നതെങ്കിലും വേൾഡിലും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ക്രിട്ടിക്കൽ മിനറൽസ് ഇന്ത്യയിൽ എവിടേക്കാണ് മെയിനായിട്ട് കാണുന്നത് നോക്കാം. ലിഥിയം മേജർ റിസർവ് എവിടെയെന്ന് വെച്ചാൽ ജമ്മു ആൻഡ് കാശ്മീരാണ്. ഗ്ലോബൽ ലീഡേഴ്സ് എന്ന് വെച്ചാൽ ഓസ്ട്രേലിയ, ചിലി ആൻഡ് ചൈനയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്ലോബൽ ലെവലിൽ ഇതിൻ്റെ മെയിൻ എക്സ്പോർട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ വന്നിട്ട് ലിഥിയം അയോൺ ബാറ്ററി, ഇലക്ട്രോണിക് വെഹിക്കിൾസിൽ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യക്ക് മെയിൻ ക്രിട്ടിക്കൽ ആവുന്നത് എനർജി സെക്യൂരിറ്റി, ക്ലീൻ എനർജി ട്രാൻസിഷൻ ആൻഡ് റെഡ്യൂസിങ് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ്. ഈ ഒരു ആസ്പെക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് യുറേനിയം ഇന്ത്യയിൽ എവിടെയൊക്കെയെന്ന് വെച്ചാൽ ജാദുഗുഡ എന്ന് പറഞ്ഞിട്ട് ജാർഖണ്ഡിലുണ്ട്, ആന്ധ്രാപ്രദേശിലുണ്ട്. ഇത് മെയിനായിട്ട് ഇന്ത്യ ഗ്ലോബൽ ലീഡേഴ്സ് ആയിട്ട് പ്ലേ ചെയ്യുന്ന കസാക്കിസ്ഥാൻ, കാനഡ ആൻഡ് ഓസ്ട്രേലിയയാണ്. മെയിനായിട്ട് അറിയാം ഇതിൻ്റെ ന്യൂക്ലിയർ പവർ ജനറേഷന് വേണ്ടിയിട്ടാണ്, ഗ്രീൻ പവർ എന്നുള്ള ആംഗിളിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോസിൽ ഫ്യൂവലിന്റെ റിലയൻസ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ക്രിട്ടിക്കൽ ഫോർ എനർജി ഇൻഡിപെൻഡൻസ്. എനർജി ഇൻഡിപെൻഡൻസ് എന്ന ആസ്പെക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് ഗ്രാഫൈറ്റ് ഇന്ത്യയിൽ എവിടെയൊക്കെയെന്ന് വെച്ചാൽ അരുണാചൽ പ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ ആൻഡ് തമിഴ്നാട്ടിലാണ്. പക്ഷേ ഇതിന്റെ മെയിൻ ക്രിട്ടിക്കൽ റോൾ പ്ലേ ചെയ്യുന്ന ചൈനയാണ്. യൂസ്ഡ് ഇൻ ബാറ്ററീസ് ആൻഡ് സ്റ്റീൽ ലൂബ്രിക്കൻസ്, വൈറ്റൽ ഫോർ ഇലക്ട്രോണിക് വെഹിക്കിൾസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഗ്രീൻ ടെക്നോളജി. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇത് മെയിനായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഒഡീഷ, ആന്ധ്രാപ്രദേശ്, കേരള, തമിഴ്നാടുമാണ്. ഇതിൽ ആക്ച്വലി ചൈനയുടെ ഒരു മോണോപോളി തന്നെ ഉണ്ട്. ഡോമിനേറ്റ്സ് അബൌട്ട് 60% ഓഫ് ഗ്ലോബൽ സപ്ലൈ. ഇത് മെയിനായിട്ട് വരുന്ന ക്രിട്ടിക്കൽ മാർക്കറ്റ്സിലാണ്. ഇലക്ട്രോണിക്സ്, മാഗ്നറ്റ്സ്, വിൻഡ് ടർബൈൻ, ഡിഫൻസ് ആൻഡ് എയറോസ്പേസിലാണ് മെയിനായിട്ട് ഇത് വരുന്നത്. സ്ട്രാറ്റജിക് ഫോർ ഹൈ
ടെക് മാനുഫാക്ചറിങ്, നാഷണൽ സെക്യൂരിറ്റി ആൻഡ് റെഡ്യൂസിങ് ചൈന ഡിപ്പെൻഡൻസ്. അപ്പോൾ ഈ ഒരു ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് വെച്ചാൽ ഹ്യൂജ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് ഇൻഡസ്ട്രിയിലെ ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻപുട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടും ക്രിട്ടിക്കൽ ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മിനറൽസിന് വേണ്ടിയിട്ടുള്ള ട്രേഡ് ഡീൽസും ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റീസെന്റ് എഗ്രിമെന്റ്സ് ആക്ച്വലി ഈ ഒരു ക്രിട്ടിക്കൽ, അതായത് ഒരു ഓപ്പർച്യൂണിറ്റി മുതലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അത്ര വൾണറബിൾ ആയിട്ടുള്ള യുക്രൈന് ഒരു ഫിനാൻഷ്യൽ എയ്ഡ് എന്നുള്ള രീതിയിൽ ഫിനാൻസ് കൊടുത്തിട്ട് മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു പരിപാടി ആക്ച്വലി ഇപ്പം US കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ആ ഒരു വൾണറബിൾ പോയിന്റിൽ നിന്നാണ് ആക്ച്വലി ഇത് ചെയ്തിരിക്കുന്നത്. ഒരു എത്തിക്കൽ പെർസ്പെക്റ്റീവിന് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ റോങ് ആയിട്ടും, പക്ഷേ ആസ് എ കൺട്രി പെർസ്പെക്റ്റീവ് അവർ എക്കോണമി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത് മെയിനായിട്ട് നമുക്കൊരു എല്ലാ ആംഗിളിലും കൺസിഡർ ചെയ്യാം. ഫോർ മീൻസ് IRന്റെ ആംഗിളിലും GS3യുടെ ആംഗിളിലും ആൻഡ് ആൾസോ ഈവൻ മിനറൽസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ GS പേപ്പർ 1ലും ഈവൻ എത്തിക്സിന്റെ ഒരു ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് ബ്രീഫിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡെയിലി നിങ്ങൾ ന്യൂസ് റീഡിങ്ങിന്റെ കൂടെ ഈ ഒരു ബ്രീഫിങ്ങും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചക്കൂടെ ക്ലാരിറ്റി ഉണ്ടാവും, കുറച്ചുകൂടെ ഡയമെൻഷനിൽ നിങ്ങൾക്ക് നോട്ട്സ് മേക്കിംഗ് ഈസി ആവും. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, വരുന്ന ഈ May 11ന് ദക്ഷിണ ലിനക്സിന്റെ സ്കോളർഷിപ്പ് ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്കമിങ് പ്രിലിംസ് എക്സാമിന് യൂസ്ഫുൾ ആണ്. അടുത്ത ഒരു സ്കോളർഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ആൻഡ് ഓൾസോ ദർ ഇസ് ഓപ്പൺ ടെസ്റ്റ് ഓൺ 18th ഓൾസോ. മേക്ക് യൂസ് ഓഫ് ദാറ്റ്. ഫ്രീ ആണ്, ഓപ്പൺ ടു ഓൾ ആണ്. ഓക്കെ, ഓൺലൈൻ മോഡിലാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ന്യൂസിനെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. നാളെ ഇതേപോലെ വേറൊരു ബ്രീഫിൽ കാണാം. താങ്ക് യു സോ മച്ച്.